ഇന്നത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേഡിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം. MS ഓഫീസ് വേഡ് ഓപ്പൺ ചെയ്യാം. MS ഓഫീസ് വേഡ് ഓപ്പൺ ചെയ്തിട്ട് ഇൻസേർട്ടിൽ പോയിട്ട് ഷേപ്സിന്ന് ടെക്സ്റ്റ് ബോക്സ് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇൻസേർട്ടിൽ തന്നെ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്തിട്ട് ഡ്രോ ടെക്സ്റ്റ് ബോക്സ് കൊടുക്കാം. നമുക്ക് ആ ഷേപ്പിലേക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ടൈപ്പ് ചെയ്ത് വെക്കാം. ഈ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ബോക്സ് നമുക്ക് സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാം. കളേഴ്സ് കൊടുക്കാം, പല കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം, ഷേപ്പ് ഫില്ല് എടുത്തിട്ട് കൊടുക്കാം, സ്റ്റൈൽസ് വെച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഔട്ട്ലൈൻ്റെ സ്റ്റൈൽസ് നമുക്ക് ചേഞ്ച് ചെയ്ത് വെക്കാം. ഔട്ട്ലൈൻ കളർ നമുക്ക് സെറ്റ് ചെയ്യാം. ഷേപ്പ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സർക്കിളിലേക്കോ മറ്റോ മാറ്റണമെങ്കിൽ മാറ്റാം. ഏത് ഷേപ്സിലേക്ക് വേണമെങ്കിലും മാറ്റാനായിട്ട് പറ്റും. ഷാഡോ എഫക്ട്സ് ഒക്കെ നമുക്ക് കൊടുക്കാം. പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ 3D എഫക്ട്സ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ 3D എഫക്ട്സ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ടെക്സ്റ്റ് റാപ്പിംഗ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് റാപ്പിംഗ് ചെയ്യാം. ടെക്സ്റ്റിന്റെ ഇടയിലേക്ക് മൂവ് ചെയ്തിട്ടാൽ മതി. അതുപോലെ തന്നെ ഷേപ്സ് നമുക്ക് ബ്രിങ് ടു ഫ്രണ്ട്, സെൻഡ് ടു ബാക്ക് ഒക്കെ നമുക്ക് വെക്കാം. സെൻഡ് ടു ബാക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ബ്രിങ് ടു ഫ്രണ്ട് നമുക്ക് കൊടുത്തിടാം. ഇനി നമുക്ക് ഒരു ഷേപ്സ് എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഷേപ്പ് എടുക്കുകയാണ്. ടെക്സ്റ്റ് ബോക്സ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഷേപ്പ് എടുത്തിട്ടിട്ട് അതിലേക്ക് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആഡ് ടെക്സ്റ്റ് കൊടുക്കാം. ആഡ് ടെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഡാറ്റാസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.